നമസ്കാരം അനുപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കേരളത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വലിയ വലിയ ക്രൂരതകൾ മാത്രമാണ് ഓരോ ദിവസവും വാർത്താ ചാനലുകളിലൂടെയും നമ്മൾ എങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും രാവിലെ മുതൽ തന്നെ നമ്മളൊക്കെ ഭയപ്പാടോടുകൂടി, അതായത് വീട്ടിൽ സ്ത്രീകളെ കൃഷിയിടമായി കാണാത്ത ഒരുപാട് ജനവിഭാഗമുണ്ട്. അത്തരത്തിൽ നമ്മുടെ സഹോദരിമാരെ, അമ്മമാരെ, നമ്മുടെ പെൺമക്കളെ, അവരുടെയൊക്കെ ആ ഒരു പവിത്രമായിട്ടുള്ള മാനത്തെ അത്ര കണ്ട് വിലയോടുകൂടി പവിത്രമായി കാണുന്ന ഓരോ മനുഷ്യന്മാരും പേടിയോടുകൂടി, ഭയവിഹ്വലതയോടുകൂടി കേട്ട വാർത്തയായിരുന്നു ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് വിളിക്കുന്ന, എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മാറി ഹിന്ദു നാമം മാത്രം സ്വീകരിച്ച്, എന്ന് ഹിന്ദു പേര് മാത്രം ചാർലി എന്ന് വിളിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ ആൾ, അയാളെ ഹിന്ദു നാമത്തിൽ അറിയപ്പെടുന്നു ഗോവിന്ദചാമി എന്നുള്ള രീതിയിൽ. അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളൊക്കെ ഇവന്റെ യഥാർത്ഥത്തിലുള്ള പേരും ഇവരെ മറച്ചു വെച്ചുകൊണ്ട് അയാൾ കണ്ണൂർ ജയിൽ ചാടി എന്നുള്ള വാർത്ത ആദ്യം പറയുന്നു 1 മണി കഴിഞ്ഞതിന് ശേഷം ചാടി എന്ന് പറയുന്നു, പിന്നീട് അത് മാറ്റി 5 മണിക്ക് ശേഷം എന്ന് പറയുന്നു, പിന്നീട് അത് 7 മണിക്കാണ് ഈ പോലീസിനെ അറിയിച്ചത്. അങ്ങനെ ഒട്ടേറെ ദുരൂഹതകൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ഈ പറയുന്ന ചാർലി ജയിൽ ചാടിയത്, ഗോവിന്ദചാമി എന്ന് വിളിക്കുന്ന ചാർലി ജയിൽ ചാടിയ ആ ഒരു വാർത്ത നമ്മൾ കേട്ടു. ആ സമയം മുതൽ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചോദിക്കുന്ന വലിയ വലിയ ശബ്ദത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ പറയുന്ന ചാർലിക്ക് ആ ജയിൽ ചാടാൻ വേണ്ടിയിട്ട് ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയതെന്നും, എങ്ങനെയാണ് ആക്സോബ്ലേഡ് അടക്കം, അതായത് ഇയാൾ ഏകാന്ത തടവുകാരനായിരുന്നു, ഇയാൾ ആജീവനാന്തം, അതായത് ജീവിത അവസാനം വരെ ചത്ത് മണ്ണടിയുന്നത് വരെ ജയിലിലിടാൻ വേണ്ടി സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള അതിക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകിയാണ്, ഒരു ബലാത്സംഗ വീരനാണ്. ഈ സംഭവങ്ങളൊക്കെ സഖാക്കന്മാർക്ക് ചേരുന്നതായതുകൊണ്ട് അവരുടെ യോഗ്യതയൊക്കെ ചേർന്ന ഒരു സഖാവാണ് ഈ ചാർലി ഗോവിന്ദചാമി എന്ന് വിളിക്കപ്പെടുന്ന ഈ ചങ്ങാതി എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇവന് ഇതൊക്കെ കിട്ടിയത്, ഇത്രയും സാഹചര്യങ്ങൾ എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എല്ലാം വ്യക്തമായിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ടും ഇത് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കാരണം ചാനലുകൾ ഉറക്കി ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഒരു ജയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കേരളത്തിലെ ജയിലിനെ എനിക്ക് അറിയുള്ളൂ. ഞാൻ 5 തവണയാണ് ഞാൻ വ്യത്യസ്ത കള്ളക്കേസുകളിൽ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ആയാലും ജിഹാദി സർക്കാർ ആയാലും വേണ്ട കോൺഗ്രസ് ഭരിച്ച സർക്കാർ ആയാലും ആ സമയത്തടക്കം 2014 ശേഷം ഇങ്ങോട്ട് 2025 വരെയുള്ള കാലഘട്ടത്തിൽ എന്നെ കിടത്തിയിട്ടുള്ളത്, അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ള 5 തവണയാണ്. അത്തരത്തിൽ സബ് ജയിലുകളിലാണ് താൽക്കാലികമായിട്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അടയ്ക്കുക. ഈ സബ് ജയിലും ഈ സെൻട്രൽ ജയിലും തമ്മിലുള്ള വ്യത്യാസം തന്നെ സത്യത്തിൽ സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം ചെറിയ അതല്ലെങ്കിൽ ചെറിയ FIR-ലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ അടയ്ക്കുന്നതാണ് സബ് ജയിൽ എന്ന് പറയുന്നത്. ഈ സബ് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾ, അവർ കുറ്റവാളിയാണെന്ന് കോടതി തെളിയിച്ച് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മാറ്റപ്പെടുന്നത് ഈ പറയുന്ന സെൻട്രൽ ജയിലുകളിലേക്കാണ്. ഇനി ഈ സബ് ജയിൽ നിറഞ്ഞു കഴിഞ്ഞാലും ചില മുതിർന്ന, അതല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് വിചാരണ തടവുകാരായിട്ട് സബ് ജയിലിൽ തന്നെ കിടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അതിലുള്ള ആളുകളെയൊക്കെ ആദ്യം വന്നവൻ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ സ്വാധീനമുള്ളവനൊക്കെ അവിടെ തന്നെ സുഖിച്ച് ജീവിക്കും സബ് ജയിലിൽ. അവിടെ നിന്ന് അങ്ങോട്ട് സെൻട്രൽ ജയിലിലേക്ക് ചിലരെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ജയിലിന്റെ ഒരു ബേസിക് സിസ്റ്റം. അതായത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു കുറ്റാരോപിതനായാലും അവരെ അടയ്ക്കുന്നതാണ് സബ് ജയിൽ. ആ സബ് ജയിലിൽ നിന്ന് കുറ്റത്തിന്റെ ആഴവും പിന്നെ ഈ ശിക്ഷാവിധിയും ഒക്കെ അനുസരിച്ചാണ് സെൻട്രൽ ജയിലുകളിലേക്ക് മാറ്റുക. ഈ സബ് ജയിൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കുറച്ച് അംഗങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനം എന്നെ ജയിലിൽ അടച്ചത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് മാർച്ച് മാസത്തിൽ. അത് ഏകദേശം 25 ദിവസത്തിലധികമാണ് ഞാൻ ആ ജയിലിൽ കഴിയേണ്ടി വന്നത്. അത് സബ് ജയിലിലായിരുന്നു. അവിടെ 400-ന് മുകളിലുള്ള ഈ കുറ്റാരോപിതർ ഉണ്ടായിരുന്നു. 400-ന് മുകളിൽ എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു 1, 2, 3 ഫ്ലോറുകളിലായിട്ട്, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകളിലായിട്ടാണ് വ്യത്യസ്ത വലിയ സെല്ലുകളുമുള്ള സിംഗിൾ സെല്ലുകളും ഒക്കെയുള്ള ഒരുപാട് സെല്ലുകളുള്ള 400 ചില്ലാൻ പേർ കിടക്കുന്ന ആ ജയിലിലാണ് ഞാൻ എൻ്റെ ജയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കിടക്കുന്ന ജയിലായിട്ട് കണ്ടിട്ടുള്ളതും. മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ അധിക ദിവസം കിടക്കേണ്ടി വന്നിട്ടുള്ളതും. എന്നാൽ ഈ പറയുന്ന സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 1000-നടുത്ത് അതല്ലെങ്കിൽ 1000-ന് മുകളിൽ വരെ ഈ പറയുന്ന കൊടും കുറ്റവാളികൾ വസിക്കുന്ന സ്ഥലം തന്നെയാണ് സെൻട്രൽ ജയിൽ.
ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? കണ്ണൂരിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളായിട്ടുള്ള നരഭോജികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ, നേതാക്കന്മാർ അടക്കമുള്ള ഒട്ടേറെ എണ്ണം കിടക്കുന്നതാണ് ഈ ചാർലി എന്ന്, അതല്ലെങ്കിൽ ഈ ഗോവിന്ദചാമി എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊടും ഭീകരൻ കിടന്ന ജയിലിൽ. അതുകൊണ്ട് തന്നെ ആ ജയിലിൽ കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് ജയിലിൽ കിടന്ന് അനുഭവമുള്ള എനിക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യം ജയിലിൽ കിടക്കുന്നത് പറഞ്ഞു 2014 ആ കാലഘട്ടത്തിലാണ്. അത് മറ്റൊന്നുകൊണ്ടും ആയിരുന്നില്ല, കൃത്യമായിട്ടും എന്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായിട്ട് പുറത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രീയ പകമൂത്ത ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടത്തിൽ, അതും എന്നും എന്നോട് ചേർന്ന് നടന്നിരുന്ന, എന്റെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന ഒരു അനിയനെ പോലെയുള്ള ഒരാൾ മാത്രമല്ല, എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞു വന്ന് ബൈജുവേട്ടാ എനിക്കൊരു 20,000 വേണം, 10,000 വേണം എന്നൊക്കെ പറഞ്ഞ് കടം വാങ്ങി കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് കൊടുക്കുമായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇവിടത്തെ ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ മുതിർന്ന നേതാവാണ് കേട്ടോ. ഏറ്റവും വലിയ രസമാണ്, ഈ വ്യക്തിയെ വെച്ചുകൊണ്ടാണ് CPM എന്ന് പറയുന്ന നരഭോജി പാർട്ടി ആദ്യമായിട്ട് എന്നെ ജയിലിൽ അടയ്ക്കുന്നത്. അത് ഏകദേശം 5 ദിവസത്തോളമായിരുന്നു. അതിനുവേണ്ടി ഈ നരാധമൻ കൂട്ടിക്കൊടുത്തത് ഈ നരാധമന്റെ ഭാര്യ, ഒന്നും അറിയാത്ത ഒരു നിസ്സഹായായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. കോടതിയുടെ കൂട്ടിൽ കയറി നിന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന ആ നിസ്സഹായതയുടെ ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് ഇന്നും പോയിട്ടില്ല. കാരണം ഭർത്താവ് എന്ന് പറയുന്ന ഈ നരഭോജി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് കാണാപ്പാടം പഠിച്ച് എനിക്കെതിരെ മൊഴി കൊടുത്തുകൊണ്ട് അവരുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളി, അതായത് ഈ വ്യക്തിയെയും തിരഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ വ്യക്തിയെ കാണാത്തത് കൊണ്ട്, പേര് ഞാൻ ഇവിടെ പറയാത്തത് മറ്റൊന്നുകൊണ്ടുമല്ല, എന്തിനാണ് ആ സഹോദരി അടക്കമുള്ള അവരുടെയൊക്കെ കുടുംബത്തെ വേദനിപ്പിക്കുന്നത് എന്നതാണ്. നമ്മുടെ വേദനകൾ നമ്മുടേത് മാത്രമാണ്. അതെല്ലാം അനുഭവിക്കാനും അതെല്ലാം സഹിക്കാനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് എന്റെ ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ദുഃഖവുമില്ല. എന്തായാലും ഈ പെൺകുട്ടി, ഈ പറയുന്ന കെട്ടിയവൻ, ഭർത്താവ് എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവി, അതും ഈ പെൺകുട്ടിയെ ലവ് മാരേജിൽ വിവാഹം കഴിച്ചതാണ്. ഈ നികൃഷ്ട ജീവി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് പ്രകാരം നമ്മൾ ആ പെൺകുട്ടിയുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ പീഡന വകുപ്പ്, അതല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ച്, നെഞ്ച് എന്ന് പറയുമ്പോൾ അറിയാലോ, ആ വകുപ്പ് ഇട്ടുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ കോടതിക്ക് തന്നെ മനസ്സിലായി ഇത് ഫേക്ക് കേസാണെന്ന് മനസ്സിലായത് കൊണ്ട് മാസങ്ങളോളം കിടക്കേണ്ടിയിരുന്ന കേസിൽ 5ാമത്തെ ദിവസം തന്നെ ജാമ്യം കിട്ടി. മാത്രമല്ല 2024 ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് വാങ്ങി. ഞാൻ അത്ര കണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിരുപാധികം വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഏറ്റവും താഴെ കോടതിയിൽ നിന്ന് തന്നെ കിട്ടി. അതിൽ മറ്റൊന്നുകൊണ്ടുമല്ല, എന്തെന്നറിയാമോ, മേലെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീ, ഈ പെൺകുട്ടി അടക്കമുള്ള, ഈ പെൺകുട്ടിയെ കെട്ടിയവൻ അടക്കമുള്ള ആളുകൾക്ക് നമ്മൾക്കെതിരെ വ്യാജ കേസ് കൊടുത്തതിന് ശിക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവർ പിന്നെ അപ്പീലിനൊന്നും പോയില്ല. വെറുതെ വിട്ടുള്ള ജഡ്ജ്മെന്റ് ഞാൻ വാങ്ങി. പക്ഷെ ആ കേസിൽ എനിക്ക് കിട്ടിയത് 5 ദിവസത്തെ ജയിൽവാസമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാമിക ജിഹാദികളുടെ പരാതി പ്രകാരമായാലും അത്തരത്തിൽ ഒട്ടേറെ പരാതി പ്രകാരം 5ഓളം തവണ ഞാൻ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ഈ ജയിലിൽ എങ്ങനെ ഇതൊക്കെ കിട്ടുന്നു എന്ന് വലിയൊരു ചോദ്യമായിട്ട് ഏഷ്യാനെറ്റും മാതൃഭൂമി എല്ലാ ചാനലുകാരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. നോക്കൂ, സബ് ജയിൽ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. സെൻട്രൽ ജയിൽ എന്താണെന്നും പറഞ്ഞു. സബ് ജയിലിൽ ഈ പറയുന്ന ആദ്യ തടവ്, അതായത് കുറ്റാരോപിതർ വരുന്നു, ആ ആരോപിതർ വരുന്ന താൽക്കാലികമായിട്ട് 14 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഇത്തരത്തിലുള്ള റിമാൻഡ് കാലാവധിക്ക് വേണ്ടി വരുന്നു. ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞു പോകുന്നവരെ ആദ്യം ഇടുന്ന സ്ഥലമാണ് സബ് ജയിൽ. ഈ സബ് ജയിൽ നിറഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ കുറ്റാരോപിതരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുള്ളൂ. അല്ലാത്ത പക്ഷം സെൻട്രൽ ജയിലിൽ കൂടുതലും ശിക്ഷ കിട്ടിയിട്ടുള്ള, ആ ജീവനാന്ത ശിക്ഷ ആയിക്കോട്ടെ, അത്രയും വർഷങ്ങൾ ശിക്ഷ കിട്ടിയിട്ടുള്ള പ്രതികളായിരിക്കാം. ഇനി ജയിലിൽ എങ്ങനെയാണ് തുണി കിട്ടിയത് എന്നൊക്കെയാണ് വലിയ ചോദ്യമായിട്ട് ഏഷ്യാനെറ്റ് ചോദിക്കുന്നത്. നോക്കൂ, നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന മാതിരി ഒന്നും അല്ല ജയിലിനുള്ളില്. ജയിലിനുള്ളില് ഇപ്പൊ സബ് ജയിലിലാണെങ്കിൽ പുറത്തും അകത്തും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു ചെല്ലുന്ന ലുങ്കി അടക്കമുള്ള, അല്ലെങ്കിൽ ടീഷർട്ട് അടക്കമുള്ള, ജീൻസ് അടക്കമുള്ള, അതല്ലെങ്കിൽ ബർമുഡ അടക്കമുള്ള ആ ഡ്രസ്സ് തന്നെയാണ് ജയിലിൽ പുറത്തും ജയിലിനകത്തും നമ്മൾ ചെയ്യാറ്. പിന്നെ ഭക്ഷണത്തിനും മറ്റുമൊക്കെ നമ്മളെ 2-3 സമയം പുറത്തു വിടുന്ന സമയത്ത് മാത്രം ഈ ബർമുഡ പോലെയുള്ള മുട്ടിന് താഴോട്ട് ഇറക്കമില്ലാത്ത അവ ഇടാൻ പാടില്ല. അപ്പൊ നമ്മൾ ലുങ്കിയോ അതല്ലെങ്കിൽ വെള്ളമുണ്ടോ ജീൻസോ പാന്റോ എന്താണോ ഉള്ളത് അതിട്ടുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം വാങ്ങാനൊക്കെ പുറത്തു പോവാം. അല്ലാത്ത പൂർണ്ണമായിട്ടുള്ള സമയങ്ങൾ ജയിലിനുള്ളിൽ നമുക്ക് ലുങ്കി ഉടുക്കാം, നമ്മുടെ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാം. എന്നാൽ ഈ പറയുന്ന സെൻട്രൽ ജയിലിലാകുമ്പോൾ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അവർക്ക് 2 കൂട്ടം യൂണിഫോം ഉണ്ടായിരിക്കും, നമ്പറൊക്കെ എഴുതി. അത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നമ്പറൊക്കെ എഴുതിയ യൂണിഫോം 2 കൂട്ടം ഉണ്ടായിരിക്കാം. ഈ 2 കൂട്ടം
കൂട്ടത്തിന് പുറമെ ഇവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കാം, ലുങ്കി ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഈ ജയിലുകളിലൊക്കെ അവൈലബിൾ ആണ്. കാരണം ഈ ജയിലിൽ കിടക്കുന്ന സെൻട്രൽ ജയിലായാലും സബ് ജയിലായാലും ഇവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് മാസത്തിലോ അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ കേസുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ കോടതിയിൽ ഇവരെ ഹാജരാക്കേണ്ടതുണ്ട്. ഈ ഹാജരാക്കേണ്ട സമയത്ത് അവർ ഈ ജയിൽ വസ്ത്രം ധരിച്ചിട്ടല്ല പോകുന്നത്. ഈ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുജനങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന വസ്ത്രം ധരിച്ചിട്ടാണ് പോവുക. അതിൽ വെള്ളമുണ്ടുണ്ടായിരിക്കാം. ഈ പിന്നെ വെള്ളമുണ്ടിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാല് ഡബിൾ മുണ്ടുണ്ടല്ലോ, അതായത് 2 ലെയർ ആയിട്ടുള്ള ഡബിൾ മുണ്ട്. ഈ 2 ലെയർ ആയിട്ടുള്ള ഡബിൾ മുണ്ട് മാത്രമാണ് പോലീസുകാർ അനുവദിക്കാതിരിക്കുക. പോലീസുകാർ എന്നിവരെ വിളിക്കാൻ പറ്റില്ല, ജയിൽ ഗാർഡുമാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർക്ക് പോലീസുമാരെ പോലെ ചെറിയൊരു ആയുധം പോലും ഇല്ലാതെ വെറും ഒരു ചൂരൽ വടി കൊണ്ട് ഈ പറയുന്ന ആയിരക്കണക്കിന് വരുന്ന ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കേണ്ട ഗതികേടുള്ള പോലീസ് അല്ല ഗാർഡുമാർ, ജയിൽ ഗാർഡ് എന്നാണ് അവർ അറിയപ്പെടുക. സത്യത്തിൽ നോക്കൂ, 400ഉം 500ഉം ജയിൽ പുള്ളികൾ കിടക്കുന്ന സബ് ജയിലിലടക്കം ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു 14ഓ 20നുള്ളിലുള്ള ഗാർഡുമാരൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതും ഇവരുടെ കയ്യിൽ മാക്സിമം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചൂരൽ വടി മാത്രമാണ്. ഈ ചൂരൽ വടി വെച്ചുകൊണ്ട് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 400ഉം 500ഉം ഒക്കെയുള്ള ഈ സബ് ജയിലിൽ കിടക്കുന്ന പ്രതികളെ പോലും ഈ ഗാർഡുമാർ ഭീഷണിപ്പെടുത്തി നിർത്താറ്. അപ്പോൾ ഒരു സെൻട്രൽ ജയിലിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആയിരക്കണക്കിന് കൊടും ക്രിമിനലുകൾ, ഈ പറയുന്ന ചാർലി എന്ന പേരുള്ള ഗോവിന്ദചാമി എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തുന്ന ആ വൃത്തികെട്ട ജന്തു എന്നും പറയാൻ പറ്റില്ല, ജന്തുക്കൾക്കൊക്കെ വീണ്ടും മാന്യതയുണ്ട്. പക്ഷെ ഇയാൾക്ക് അത്ര പോലും മാന്യതയില്ലാത്ത ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും തന്റെ കാമം തീർക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണെന്ന് ചിന്തിക്കുന്ന ജിഹാദി വർഗത്തിന്റെ പോലെ തന്നെ ചിന്താഗതിയുള്ള ഈ കൊടും ക്രിമിനൽ, ആ ക്രിമിനലിനൊക്കെ ഏതൊരു സൗകര്യവും കിട്ടുന്ന തരം തന്നെയാണ് സെൻട്രൽ ജയിലുകൾ എന്ന് പറയേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്, എന്തെന്നറിയാമോ? ഞാൻ ആദ്യം കിടന്നത് പെരിന്തൽമണ്ണ സബ് ജയിലിലാണ്. പെരിന്തൽമണ്ണ സബ് ജയിലിൽ കിടന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ആദ്യം എന്നെ ജയിലിൽ അടയ്ക്കുന്നത് മഞ്ചേരി സബ് ജയിലിലായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് നരഭോജി ആയിട്ടുള്ള ഒരു വ്യക്തി തന്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്തുകൊണ്ട് ആ ഭാര്യയ്ക്ക് താൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് പ്രകാരം പച്ച നുണ പറയിപ്പിച്ചുകൊണ്ട് ആ ഒരു പരാതിയിൽ 5 ദിവസം ഞാൻ കിടക്കുന്നത് മഞ്ചേരിയാണ്. പിന്നീട് ഞാൻ മറ്റൊരു കേസിൽ പെരിന്തൽമണ്ണയിൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആര്യാസ് എന്ന പേരിൽ ഹിന്ദു വെജിറ്റേറിയൻ ഹോട്ടലാണെന്നും പറഞ്ഞ് ഒരു ഹോട്ടൽ തുടങ്ങുക. ആ ഹോട്ടലിൽ വിഘ്നേശ്വരന്റെ പൂർണ്ണകായ പ്രതിമ മാറാലയും അഴുക്കും പിടിച്ചു കിടക്കുക. അത് കണ്ടപ്പോൾ എന്നിലുള്ള വിശ്വാസി ഭക്തൻ കൃത്യമായിട്ട് പ്രതികരിച്ചു. ആ പ്രതികരിച്ചതോടുകൂടി ഇസ്ലാമിക ജിഹാദികളെ തൊട്ടാൽ ഞമ്മന്റെ ആൾക്കാര് വെറുതെ ഇരിക്കുവോ? അതും പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പെരിന്തൽമണ്ണ, ആ സ്ഥലത്തെ ജിഹാദികൾ ഈ കടന്നൽ കൂട്ടം ഇളകുന്ന പോലെ ഇളകുന്നു. ഒരു നിർവാഹവും പരനിർവാഹവും ഇല്ലാത്തതോട് പിണറായിയുടെ ആജ്ഞപ്രകാരം പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ 16 ദിവസത്തോളം റിമാൻഡിൽ കഴിയുന്നു. ഈ പെരിന്തൽമണ്ണ സബ് ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, നമ്മളൊക്കെ മലദ്വാർ ഗോൾഡ് എന്ന് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്, ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആസനത്തിൽ മുന്നിലും പിന്നാമ്പുറത്തൊക്കെ കുത്തി നിറച്ച് സ്വർണം കൊണ്ടുവരുന്ന സ്ത്രീകളിൽ നിന്ന് ആ സ്വർണം ഊരിയെടുക്കുന്ന, രക്തപങ്കിലമായിട്ട് ഊരിയെടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ മലദ്വാർ ഗോൾഡ് പോലെ ഉമ്മറത്തും പിന്നാമ്പുറത്തുമൊക്കെ ഈ കഞ്ചാവ് അടക്കമുള്ള, അതല്ലെങ്കിൽ മാരക മയക്കുമരുന്ന് അടക്കമുള്ള സാധനങ്ങൾ ജയിലിലേക്ക് സുലഭമായിട്ട് എത്തിക്കുന്ന പ്രതികളെ ഞാൻ ഇഷ്ടം പോലെ എന്റെ കണ്ണോടുകൂടി കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ആരും പുറത്ത് പറയാത്തതെന്ന് അറിയാമോ? ജയിലിലെ ഒരു അലിഖിത നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭാഗം നോക്കി മാത്രം ജീവിച്ചാൽ മതി. അല്ലാതെ അവിടെ കിടക്കുന്ന കൊടും ക്രിമിനലുകൾ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ജയിൽവാസം അനുഷ്ഠിച്ചുള്ള 1ഓ 2ഓ തവണ ജയിൽവാസം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ 5ഓളം തവണ ജയിലിൽ കിടന്നിട്ടുള്ള എനിക്കിത് കൃത്യമായിട്ടും അറിയാം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി സമാധാനത്തോടെ നമ്മൾ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ ഉപരി വളരെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ജയിൽ. പിന്നെയോ, ജയിലിൽ ഫോൺ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിൽ കണ്ണൂർ പോലെയുള്ള കൊടും ക്രിമിനലുകൾ കിടക്കുന്ന, സഖാക്കന്മാർ, നരഭോജികൾ കിടക്കുന്ന, ഇസ്ലാമിക ജിഹാദികൾ കിടക്കുന്ന അത്തരം ജയിലുകളിൽ മൊബൈൽ ഫോൺ പോലും ഒളിച്ചു കടത്തിക്കൊണ്ട് അവൈലബിൾ ആയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഒരുപാട് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജയിലുകളിൽ ഉള്ളത് സത്യത്തിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കാനും അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെസ് കളിക്കുക എന്നുള്ളതാണ്. ചെസ് കളിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ക്യാരംസ് ഉണ്ടായിരിക്കാം, ജൂഡോ പോലെയുള്ള
രീതിയിലുള്ള അതല്ലെങ്കിൽ 4 കട്ടകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കളിക്കുന്ന ഒരുപാട് ഗെയിമുകൾ ഇതൊക്കെ ജയിലിനുള്ളിൽ ഉണ്ടായിരിക്കാം. കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം തരുന്നു, കൃത്യസമയത്ത് ഇടവേളകളിൽ നമ്മളെ വിളിച്ചുണർത്തുന്നു, കൃത്യസമയത്ത് നമ്മുടെ വൃത്തി പരിശോധിക്കുന്നു, കൃത്യസമയത്ത് നമ്മുടെ ഷെയ്വ് ചെയ്യാൻ ക്ഷൗരം ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നു, കൃത്യസമയത്ത് ഡോക്ടർമാർ വന്ന് നമുക്ക് മരുന്ന് തരുന്നു. എന്തിനും ഏതിനും സർക്കാർ അതിഥികളായിട്ട് ഊട്ടിപ്പോറ്റുന്ന വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന സബ് ജയിലിൽ കിടക്കുന്ന, ഇനി ഒരുപക്ഷെ നിരപരാധികളായിട്ട് കോടതി വെറുതെ വിടുന്ന നമ്മളെ പോലെയുള്ള ആളുകളായാലും കൊടും ക്രിമിനലുകളായിട്ട് ശിക്ഷ വിധിച്ചുകൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ആളുകളായാലും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പരിലാളനങ്ങൾ ഏറ്റുകൊണ്ട് തന്നെയാണ് ഓരോ ജയിൽ പുള്ളിയെയും ഈ സർക്കാരുകൾ പരിപോഷിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ടും ഈ ഗോവിന്ദചാമി അല്ലെങ്കിൽ ചാർലി എന്ന അവന്റെയൊക്കെ ശരീരഘടന, ആദ്യത്തെ ഘടനയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നല്ലോ. ഇനി ജയിലിലെ ഭക്ഷണം എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നോക്കൂ, ഒരു ദിവസം മീനുണ്ടെങ്കിൽ ഒരു ദിവസം ഫിഷ് ഉണ്ടെങ്കിൽ, ഒരു ദിവസം ആട്ടിറച്ചി ഉണ്ടെങ്കിൽ, ഒരു ദിവസം ചിക്കൻ ഉണ്ടെങ്കിൽ, 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം നോൺ വിഭവം നൽകുന്ന ഏറ്റവും സുഖപ്രദമായിട്ട് ഗംഭീര ഭക്ഷണം കിട്ടുന്ന ഒരു ഇടമായിട്ട് കേരളത്തിലെ ജയിലുകളെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെയോ വെജിറ്റേറിയൻ ഫുഡുകൾ, അതും ഏറ്റവും ഗുണമേന്മയുള്ള വെജിറ്റേറിയൻ ഫുഡാണ് കിട്ടുക. ഏറ്റവും ഗുണമേന്മ എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കിട്ടുന്ന ഫുഡ് നമ്മുടെ ബാലവാടികൾ അതല്ലെങ്കിൽ അംഗനവാടികൾ സ്കൂളുകളിലൂടെ ഈ സർക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ജയിലുകളിൽ ഇത്ര കണ്ട് ഈ വലിയ ആർഭാടത്തോടെ ഫുഡ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് ഇവിടത്തെ മാറി മാറി ഭരിക്കുന്ന ഇടതായാലും വലതായാലും രാഷ്ട്രീയ കോമരങ്ങൾ ജയിൽ പുള്ളികളായിട്ട് വരാനുള്ളവരാണ്. അവർ കൂടി അടങ്ങുന്നതാണ് ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം ഇത്തരത്തിൽ ആർഭാടത്തോടെ ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ജയിലിൽ കിടക്കുന്ന സകലമാന ഈ പറയുന്ന ചാർലി, ഗോവിന്ദചാമി അടക്കമുള്ള കൊടും ക്രൂരന്മാർക്ക് വരെ ഗംഭീര ഫുഡ് 3 ദിവസമാണ് നോൺ വെജ് ഫുഡ്. പിന്നെയോ രാവിലത്തെ ഇഡ്ഡലി ആണെങ്കിൽ, ദോശയാണെങ്കിൽ, ചപ്പാത്തി ആണെങ്കിൽ, കടലക്കറി ആണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യും. വെറുതെ നിങ്ങൾ കൊടുത്താൽ മതി കേരള ജയിലുകളിലെ ഭക്ഷണ രീതി അല്ലെങ്കിൽ കേരള ജയിൽ ഫുഡ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. കൃത്യമായിട്ട് ഗൂഗിളിൽ കാണിക്കുന്നത് അത്. എന്നിട്ട് നിങ്ങൾ പിന്നെ സെർച്ച് ചെയ്യുക സ്കൂളുകളിൽ, നമ്മുടെ ബാലവാടി അംഗനവാടികളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്നതുകൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുൻപ് നമ്മളൊരു അധ്യാപകന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കേട്ടോ, ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, അതായത് നിയമസഭ തല്ലിപ്പൊളിച്ച ക്രിമിനൽ കേസിലെ പ്രതിയാണ് വിദ്യാഭ്യാസ മന്ത്രി. 4 അക്ഷരം കൂട്ടി വായിക്കാനും എഴുതാനും അറിയുമോ എന്ന് പോലും ജനത സംശയിച്ചാലും കുറ്റപ്പെടുത്താനാവാത്ത രീതിയിൽ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും എഴുന്നള്ളിക്കുന്നവനാണ് വിദ്യാഭ്യാസ മന്ത്രി. ഈ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കുട്ടികൾക്ക് ഇനി ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി. നിങ്ങൾ ആലോചിച്ച് നോക്കും, വെറും 10 രൂപയ്ക്കുള്ളിൽ 6 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി സർക്കാർ കൊടുക്കുന്നത്. ബാക്കി പണമൊക്കെ എവിടെ നിന്ന് കണ്ടെത്തണം എന്നറിയാമോ? ഈ ശിവൻകുട്ടിക്കൊക്കെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ബിരിയാണി കൊടുക്കണം, ചോറ് കൊടുക്കണം, സദ്യ കൊടുക്കണം, അവിയൽ കൊടുക്കണം, 4 കൂട്ടം പായസം കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണമെന്ന് ആജ്ഞാപിക്കുന്ന ഈ വർഗം കൊടുക്കുന്നത് 6 രൂപയാണ് എന്ന് ആരും ചോദിക്കില്ല, ആരും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സ്കൂളുകൾ ഇത് കണ്ടെത്തുന്നത്? അവിടുത്തെ മാഷന്മാർ പിരിവെടുത്തിട്ടും അതല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപകൻ ആരുടെയെങ്കിലും അടിയും കാലും പിടിച്ചിട്ടാലും വേണ്ടില്ല സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടും അവിടുത്തെ PTA കമ്മിറ്റി നാടാകെ ഇറങ്ങി പിരിവെടുത്തുകൊണ്ടുമാണ് ഈ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ഈ വൃത്തികെട്ട വർഗങ്ങൾ പ്രഖ്യാപിക്കുന്ന അതല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നത്. എന്നാൽ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഏതെങ്കിലും ആ ഒരു ജയിൽ പ്രിസൺ ഓഫീസറോ അതല്ലെങ്കിൽ സൂപ്രണ്ടോ പിരിവെടുക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. അവിടെ സർക്കാർ കൃത്യമായിട്ടും കൊടുക്കും. അത് എന്തുകൊണ്ടെന്നറിയാമോ? ഇന്ന് ഭരിക്കുന്നവൻ തന്നെ നാളെ ജയിലിൽ കിടക്കേണ്ടവനാണ്, കിടക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി, ആ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവന്മാരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരെ ഊട്ടി ഗംഭീരമായിട്ട് പുഷ്ടിപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് വീണ്ടും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുത്തി രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ ഭക്ഷണം ജയിലിൽ വിളമ്പുന്നു, എന്നാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വിളമ്പുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി, അതിന്റെ ചിലവിന് വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകന്മാർ നെട്ടോട്ടം ഓടുന്നു. ഇതാണ് അവസ്ഥ. ഇനി പെരിന്തൽമണ്ണയിലെ എൻ്റെ ജയിൽ അനുഭവം നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഒരു ദിവസം ഈ ജയിലിലേക്ക് ഈ സാധനങ്ങൾ കടത്തുവരെങ്ങനെയെന്ന് അറിയാമോ? മിക്ക സെല്ലുകളിലും ഓരോ ആളുകൾ, 2-3 ഇഷ്ടംപോലെ ആളുകൾക്ക് ഓരോ ദിവസവും കേസുകൾ ഉണ്ടായിരിക്കും. അതായത് വിചാരണ തടവുകാരായിരിക്കാം, ശിക്ഷ വിധിച്ചിട്ടുള്ള തടവുകാരായിരിക്കാം, ഈ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അപ്പീൽ കൊടുത്തിട്ടുള്ളവരുണ്ടായിരിക്കാം. വ്യത്യസ്ത കേസുകളിൽ ഇവർക്ക് ജയിലിലേക്ക് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇവരെ ഈ പറയുന്ന തെളിവെടുപ്പിന് വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകും. എവിടെയൊക്കെ കേസുണ്ട് അവിടേക്കൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത്
സമയത്താണ് കൃത്യമായിട്ടും ഇവർക്ക് ജയിലിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആഴ്ചയിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ജയിലിൽ ഫോൺ ചെയ്യുന്ന സൗകര്യപ്രകാരം ഞങ്ങൾ ഇന്ന ദിവസം പുറത്തു വരുമെന്ന് അറിയുന്ന ഇവരുടെ കൂട്ടാളികൾ ഉണ്ടല്ലോ, അവർ തയ്യാറാക്കിയിട്ടാണ് ജയിലിനുള്ളിലേക്ക് മയക്കുമരുന്നുകൾ കടത്തുന്നത്. അതിൽ ഞാൻ ഒരു ദിവസം ഞാൻ പെരിന്തൽമണ്ണ സബ് ജയിലിൽ കിടക്കുന്ന സമയത്ത് കണ്ടതാണ്. ഒരു ചെരുപ്പ് ഒരുത്തനെ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുത്തി പൊളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ചെരുപ്പൊന്നും ജയിലിന്റെ ഉള്ളിലേക്ക് ഇടാൻ പാടില്ല, ജയിലിന്റെ പുറത്ത് അടുക്കം ചിട്ടയോടുകൂടി വേണം ചെരുപ്പൊക്കെ അടുക്കി വെക്കാൻ, ജയിലിന്റെ സെല്ലിലേക്ക് ഒരിക്കലും ചെരുപ്പ് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ഇവൻ എങ്ങനെ ചെരുപ്പ് കൊണ്ടുവന്നെന്ന് അറിയാമോ? അന്ന് ഇവന് വിചാരണ ഉണ്ടായിരുന്നു കോടതിയിൽ. അങ്ങനെ വിചാരണയ്ക്ക് കോടതിയിൽ പോയ സമയത്ത് അവൻ ഇട്ട ചെരുപ്പുണ്ടല്ലോ, നമുക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ നീറ്റ് ഡ്രസ്സോട് കൂടിയാണ് നമ്മളെ ഈ ഗാർഡുമാര് പോലീസുമാര് വന്ന് കൊണ്ടുപോവാ. അത്തരത്തിൽ നമ്മൾ കോടതിയിൽ പോയി ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ ഗംഭീരമായിട്ട് പോകുന്നു. അവൻ ഇട്ട ചെരുപ്പ് അവിടെ ഒഴിവാക്കിക്കൊണ്ട് ഇവന്റെ കൂട്ടാളികൾ ഇട്ട് വന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് ഇവന് കൊടുക്കുന്നു. ആ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇവൻ പിന്നെ ജയിലിനുള്ളിലേക്ക് വരുന്നത്. അങ്ങനെ കടന്നു വരുന്നവന്റെ ചെരുപ്പ് പരിശോധിക്കാൻ നമ്മുടെ ജയിൽ സംവിധാനത്തിൽ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സിസ്റ്റം ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റം എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖല എടുത്തോളും, വിദ്യാഭ്യാസ മേഖല എടുത്തോളും, ഇന്നത്തെ ആഭ്യന്തര മന്ത്രാലയം അതല്ലെങ്കിൽ ജയിൽ വകുപ്പ്, ഇതിന് കീഴിലും സിസ്റ്റം പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ ചെരുപ്പിട്ട് ഇവന് വരുന്നു. എന്നിട്ട് ചെരുപ്പ് പുറത്ത് ഊരി വെക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ചെരുപ്പ് പുറത്ത് ഊരി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സൗകര്യങ്ങളും പുറത്തിടുന്ന സമയത്ത് ജയിലിനെ ചുറ്റിക്കൊണ്ട് ഈ ചെരുപ്പിടുന്ന ഭാഗത്തോട്ട് പോകാൻ പറ്റും നമ്മൾക്ക്. അങ്ങനെ പുറത്ത് പോയിട്ട് ചെരുപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയുള്ള ആ ചെരുപ്പ് ഇവന്റെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് സെല്ലിലേക്ക് കൊണ്ടുവരുന്നു. ഈ തുണിയിൽ പൊതിഞ്ഞ് സെല്ലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയാണ് ഇവൻ ഈ ചെരുപ്പ് കുത്തിപ്പൊളിക്കുന്നത്. ഇനി ചെരുപ്പ് കുത്തിപ്പൊളിച്ച കാണാൻ അറിയാമോ, ഈ ഉള്ളു നല്ല വണ്ണമുള്ള ചെരുപ്പാണ്. ആ ഉള്ളു വണ്ണമുള്ള ചെരുപ്പിന്റെ ഉൾഭാഗം മൊത്തം ചോർത്തിയിട്ട് ആ ചോർത്തിയ ഭാഗത്ത് പൂർണ്ണമായിട്ടും കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ, ബീഡികൾ, സിഗരറ്റുകൾ, അതെല്ലാം ലൈറ്റർ അടക്കമുള്ള സാധനങ്ങൾ നിറച്ചുകൊണ്ട് വന്ന ചെരുപ്പാണ് ഇവൻ കുത്തിപ്പൊളിച്ചത്. പിന്നെ ഈ ചെരുപ്പ് സൗകര്യപൂർവ്വം പുറത്തോട്ട് പോകുമ്പോൾ ഇതേപോലെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് രാവിലെ കുളിക്കാനൊക്കെ വിടുന്ന സമയത്ത് കൊണ്ടുപോയി നമുക്ക് നിക്ഷേപിക്കാനും പറ്റും. അതിന് ഇപ്പോ ജയിലുകളുടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എല്ലാ ജയിലുകളിലും പൂർണ്ണമായിട്ടും കാണുന്ന രീതിയിൽ എല്ലാ ജയിലുകളും CCTV വൽക്കരിച്ചിട്ടുണ്ട്. അതിൽ CCTV കാണാത്ത ഭാഗം ജയിലിനുള്ളിലുള്ള ചെറിയ ടോയ്ലറ്റ്, നമ്മുടെ ഒരു അര പൊക്കത്ത് മാത്രം ചുമരുള്ള ജയിലുകളിലുള്ള ഈ പറയുന്ന ടോയ്ലറ്റുകളുണ്ട്. ആ ഭാഗത്തോട്ട് മാത്രം ഫോക്കസ് ചെയ്യാത്ത രീതിയിലാണ് CCTVകൾ വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആളുകൾക്കനുസരിച്ചാണ് ജയിലിനുള്ളിലെ ടോയ്ലറ്റുകൾ. അപ്പൊ ഞാൻ ഈ പറയുന്ന പൂജപ്പുര ജയിലിൽ കടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 38ഓളം പേരുണ്ടായിരുന്നു ആ സെല്ലിൽ. ഈ 38 പേർക്ക് 1, 2, 3 ടോയ്ലറ്റുകളായിരുന്നു. ഈ 3 ടോയ്ലറ്റ് ഭാഗത്തേക്ക് മാത്രമാണ് CCTV പതിയാതിരിക്കുക. ബാക്കി എല്ലാ ഭാഗത്തും CCTV പതിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് അനങ്ങി കഴിഞ്ഞാലും താഴെ CCTV റൂമിൽ കണ്ണ് ഉറക്കമൊഴിച്ച് ആ ഒരു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ കാട്ടിക്കൂട്ടുന്ന അലംഭാവം കൊണ്ട് തന്നെയാണ് ഈ ചാർലി എന്ന് പറയുന്ന ഈ പറയുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെന്ന് ഏതൊരു അന്നം കഴിക്കുന്ന കുട്ടിക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ അവർ അലംഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കഞ്ചാവടക്കമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നു. പിന്നെ മറ്റൊന്നുണ്ട്, ഈ പറയുന്ന CCTV എത്താത്ത ഈ ഭാഗമുണ്ടല്ലോ, ആ ഭാഗങ്ങളിലാണ് ഈ സെല്ലുകളിലുള്ള കൊടും ക്രിമിനലുകൾ ഉണ്ടല്ലോ, അവരുടെ ഡിസ്കഷനും അവരുടെ യോഗം ചേരലും ഒക്കെ ഈ ഭാഗത്താണ്. അപ്പൊ ഞാൻ പൂജപ്പുര സബ് ജയിലിൽ കിടന്ന സമയത്ത് ഏറ്റവും മേലെ B25 എന്നാണ് നമ്പർ. ഞാൻ ആ നമ്പർ ഇന്നും ഓർക്കുന്നു. B2/5 എന്നുള്ള B25 എന്നറിയപ്പെടുന്ന ഈ B25 ഏറ്റവും അവസാനത്തെ ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം എന്താണെന്ന് അറിയാമോ? ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, മറ്റു രണ്ടും നോർമൽ ഇന്ത്യൻ ക്ലോസറ്റും ആണ്. അപ്പൊ ഇപ്പൊ ഇരുന്ന് ഇന്ത്യൻ ക്ലോസറ്റിൽ പോകാൻ പറ്റാത്ത ആളുകൾക്കാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റ്. ഈ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഈ പറയുന്ന ജയിലിൽ, അവിടെ പൂജപ്പുര സബ് ജയിലിൽ ഒരിക്കലും അവിടെ ഒരു മനുഷ്യനും ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ ആ സീറ്റ് കവറൊക്കെ ഇട്ട് മൂടി അവിടെ ഈ പറയുന്ന കഞ്ചാവ് കേസിലും കൊലക്കുറ്റത്തിലും ഒക്കെ വിചാരണ തടവുകരയുള്ള കൊടും ക്രിമിനലുകളുണ്ട്. ഈ കൊടും ക്രിമിനലുകൾ യോഗം ചേരുന്നതും രാത്രിയായി കഴിഞ്ഞാൽ കഞ്ചാവ് വലിച്ച് കിറുങ്ങി ഇരിക്കുന്നതും, അത് ചെറിയൊരു കുടുസ് ബാത്റൂം ആണെങ്കിൽ പോലും അതിൽ 5-8 ആളുകളൊക്കെ തിങ്ങിയിരിക്കും. എന്നിട്ട് ഇവർ മാറി 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 കഞ്ചാവ് വലിച്ച് കിറുങ്ങി, പിന്നെ ക്ഷമിക്കണേ, ചുമയും ജലദോഷവുമാണ്. അത്തരത്തിൽ കൃത്യമായിട്ടും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബോധം കെട്ട് കിടന്നുറങ്ങും. ഈ ബോധം കെട്ട് കിടന്നുറങ്ങുന്ന ഇവന്മാരൊക്കെ
കൃത്യമായിട്ട് ജയിലിലുള്ള ഈ ഗാർഡുമാരൊക്കെ അറിയുന്നത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ കൃത്യമായിട്ടുള്ള ഓരോ ദിവസത്തും സെർച്ച് നടത്തിക്കൊണ്ടതൊന്നും പിടിക്കപ്പെടാത്തതെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം ഇവർക്കൊക്കെ മുകളിലുള്ള ആ കൃത്യമായുള്ള നിർദ്ദേശം ആജ്ഞപ്രകാരം ഇവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും ചെയ്യില്ല, കണ്ണടയ്ക്കും. കാരണം ഈ കൂട്ടത്തിൽ കിടക്കുന്ന സഖാക്കന്മാരായിട്ടുള്ള ക്രിമിനലുകൾ, ഇസ്ലാമിക ജിഹാദികളായിട്ടുള്ള ക്രിമിനലുകൾ നോക്കൂ, ഏറ്റവും കൂടുതൽ ജയിലുകളിലുള്ള ക്രിമിനൽ പുള്ളികൾ ആരാന്ന് ഏതെങ്കിലും ജയിൽവാസം അനുഷ്ഠിച്ച ആളോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാനാവും. അത് ഞമ്മന്റെ വർഗത്തിൽ പെടുന്നവർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞമ്മന്റെ ഇവിടെ കമന്റ് ഇടുന്ന കുറെ ഞമ്മന്മാരുണ്ട്, അവർക്ക് തന്നെ അറിയുള്ളൂ. എന്തായാലും ഏറ്റവും കൂടുതൽ കുറ്റവാസനയുള്ള ക്രിമിനലുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ജയിലിൽ കിടക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരാളെയും കാണാൻ പറ്റില്ല, RSSകാരെയും BJPക്കാരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് തന്നെയാണ് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള, രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രമേ പറയാൻ ഒക്കുകയുള്ളൂ. ഇത്രയും ക്രൂരത ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഒന്നെങ്കിൽ ഇസ്ലാമിക ജിഹാദി ആവണമെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജി ആവണം, അതല്ലെങ്കിലോ കോൺഗ്രസ് അടിമയാവണം. അല്ലാതെ ഒരു BJPക്കാരനും RSSകാരനും അത്ര, അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ തന്നെ കുറ്റവാസന കുറവുള്ളത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് സംസ്കാരത്തിന്റെ വ്യത്യാസമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്ക്. ഇനി ഈ പറയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്തൊക്കെ ഇവര് ഇപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതൊക്കെ നേരിട്ട് കണ്ട് പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് അവിടുത്തെ ഏതെങ്കിലും ഗാർഡിനോട് പറയുകയാണ്, സർ ഈ സെല്ലിൽ, ഈ പറയുന്ന സെല്ലിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, കഞ്ചാവ് അടക്കമുള്ള സാധനം ഇവിടേക്ക് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം ഇവർ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? വേറെ വകുപ്പിൽ ഇവർക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ ചെയ്യുക, ഈ പരാതി ആരാണോ പറയുന്നത് ആ വ്യക്തി, ഇപ്പൊ ഞാൻ പരാതി പറയുകയാണെങ്കിൽ എന്നെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റും. ഇനിയോ ഈ സെല്ലുണ്ടല്ലോ, ഈ പരാതി, ഈ ആരൊക്കെയാണ് അവിടെ ചെയ്യുന്ന ദുഷ്ടന്മാർ എന്നുള്ളത്, അതിൽ ഒന്നോ രണ്ടോ ദുഷ്ടന്മാരെ പിടിച്ച് അവരെയും മറ്റു സെല്ലുകളിലേക്ക് മാറ്റും. ഇനി ഈ പരാതിപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, പരാതിപ്പെടുന്ന വ്യക്തിക്ക് ഇത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ സെല്ലുകളിലും ഇത്തരത്തിൽ ക്രൂരന്മാരുണ്ടായിരിക്കാം. ഈ ക്രൂരന്മാരൊക്കെ ഒരു സമയത്തെങ്കിലും നേർക്ക് നേരെ കാണുന്നുണ്ട്. കാരണം ഒന്നെങ്കിൽ കുളിക്കാൻ പുറത്തു വിടുമ്പോൾ, അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തു വിടുമ്പോൾ ഇവർ പരസ്പരം കാണുന്നുണ്ട്. അപ്പോൾ പരാതി കൊടുത്ത, ഇപ്പൊ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റുന്നു, എന്നെ ആ സെല്ലിലുള്ള ക്രിമിനലുകൾക്ക്, ഞാൻ പരാതി കൊടുത്ത വ്യക്തികളുണ്ടല്ലോ ആ ക്രിമിനലുകൾ ഒറ്റുകൊടുക്കുന്നു, ഇവനാണ് ഞങ്ങൾക്കെതിരെ പരാതി തന്നത്, അത് നോക്കി വെച്ചേക്കണേ എന്ന് പറയും. നോക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട എന്ന് കരുതിയിട്ടാണ് ജയിലിൽ പോകുന്ന ആൾക്ക്, ഒന്നോ രണ്ടോ തവണ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, നമ്മളായി നമ്മുടെ പാടായി നമ്മൾ മറ്റൊന്നും കണ്ടില്ല എന്നുള്ളത് നടിച്ചുകൊണ്ട് നമ്മുടെ ഭാഗം മാത്രം നോക്കി ജീവിക്കുക എന്നത് മാത്രമാണ്. മാത്രമല്ല ജയിലിലേക്ക് ഇപ്പോ റിമാൻഡ് പ്രതികൾ വരികയാണെന്ന് കരുതാം. അപ്പൊ പുതിയ പയ്യന്മാരാണ് വരുന്നത്, അതായത് ജയിലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും അവനെ വിളിച്ചിട്ട് അവിടുത്തെ ഓരോ സെല്ലിനും മെയ്സിരി എന്നറിയപ്പെടുന്ന മെയ്സ്തിരി ഉണ്ടായിരിക്കും. അവനാണ് ആ ജയിലിന്റെ സെല്ലിലെ ലീഡർ. ആ ലീഡർ അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ട് പറയും, നീ നിന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട്, നിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് കിടക്കുക, ഇവിടെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാൻ നീ നോക്കണ്ട, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവട്ടെന്ന് വളരെ കൊടൂരമായി തന്നെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ് ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്ന, ജയിലിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് കിട്ടുക. നോക്കൂ, ഇത് സബ് ജയിലിൽ നടക്കുന്ന കാര്യം ഇങ്ങനെയാകുമ്പോൾ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ഈ ക്രിമിനലുകൾ വാഴുന്ന ആ രാജ്യം, ആ ലോകത്ത് എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മലദ്വാർ ഗോൾഡ് എത്രത്തോളമാണ് മദ്രസയിൽ പോയിട്ടുള്ള ഉസ്താദക്കന്മാരുടെ മദ്രസ പീഡനത്തിന്, അതല്ലെങ്കിൽ ഈ മലദ്വാർ ആ കർമ്മത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക്, ജയിലിൽ പോകുന്ന ആളുകൾക്ക് എത്ര ഉപകാരപ്രദം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലദ്വാർ ഗോൾഡിനെ കുറിച്ചും ഈ മലദ്വാറിലൂടെ വെച്ചുകൊണ്ട് ബീഡി അടക്കമുള്ള, കഞ്ചാവ് അടക്കമുള്ള വളരെ മയക്കുമരുന്നുകളൊക്കെ ഈ സെല്ലിലേക്ക് കൊണ്ടുവരുന്നതും. ഇത്തരത്തിൽ ഇപ്പോ ആക്സോബ്ലേഡ് എങ്ങനെ കിട്ടി, അതല്ലെങ്കിൽ ഈ കമ്പി മുറിക്കാൻ എങ്ങനെയാണ് ഈ പറയുന്ന ചാർലി എന്ന് വിളിക്കുന്ന ഗോവിന്ദച്ചാമിക്ക് അവസരം കിട്ടിയതെന്നൊക്കെ വലിയ ചോദ്യമായിട്ടാണ് ചാനലുകാർ ചോദിക്കുന്നത്. നോക്കൂ, എന്തും ഈ പുറത്തു പോകുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സൗകര്യമാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ അവസ്ഥയിലുള്ളത്. അത് ജയിലിൽ കടന്നിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളിത് പറയാതിരുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. എന്തിനാണ് അവിടെ കിടക്കുന്ന അവരങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞത് കൊണ്ട് നമ്മൾക്ക് ഗുണമൊന്നും കിട്ടാനില്ല. മാത്രമല്ല എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന മേഖലയിൽ, ഈ ചാനൽ മേഖലയിൽ ഇത്ര തീക്ഷ്ണമായിട്ട് തന്നെ നിലപാടെടുക്കുമ്പോൾ ഇനിയും ജയിൽവാസം വരുമെന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇനിയും ജയിൽവാസം വരുന്ന ഞാൻ ഇനിയും ജയിലിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ചാനലുകളിലൂടെ വിളിച്ചു പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരുത്തൻ ഈ കിടക്കുന്ന ക്രിമിനലുകളോട് പറഞ്ഞാൽ അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് നിശബ്ദത പാലിക്കുക തന്നെയാണ്. പക്ഷെ ജയിലുകളിൽ നടക്കുന്നത്
ഇത് തന്നെയാണ്. അതുകൊണ്ട് ആരും അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. പിന്നെ ഒന്നാമത്തെ കാര്യമാണ് ഈ ആക്സോ ബ്ലേഡ് കിട്ടിയത്. ആക്സോ ബ്ലേഡ് അടക്കമുള്ള ഈ കഞ്ചാവിന്റെ കെട്ടുകൾ, വലിയ വലിയ കെട്ടുകളൊക്കെ എത്തിക്കാൻ പറ്റുന്ന ആളുകൾക്കാണോ ഇത്ര വീതിയുള്ള ഒരു ആക്സോ ബ്ലേഡിന്റെ പകുതിയൊക്കെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്? ഒരു ഇതുമില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. പിന്നെ മറ്റൊരു സംശയമാണ്, എങ്ങനെ വടം കെട്ടാൻ ഇത്രയും തുണി കിട്ടി എന്നുള്ളത്. നോക്കൂ, ഈ തുണി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ട് ഈ ജയിലുകളിൽ. ഈ ജയിലുകളിൽ പെർമിഷൻ ഉള്ള ഈ തുണികൾ അലക്കിയിട്ടത് തൂക്കിയിടുകയൊക്കെ, പുറത്ത് മതിലുകളിൽ തൂക്കിയിടാം, പിന്നെ പുറത്ത് തന്നെ സെല്ലുകളിലൊക്കെ തൂക്കിയിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പോകുന്നവരുണ്ടായിരിക്കാം. ഇവരൊക്കെ പോകുമ്പോൾ ഈ ലുങ്കികളും ഈ വെള്ളമുണ്ടുകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാറില്ല, അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോവാറ്. അത്തരത്തിൽ ഒരു വലിയ ബിന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടയിടാൻ. അത്തരത്തിൽ അതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തുണികൾ കിട്ടും. പിന്നെ അവിടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല ഈ പറയുന്ന 24 hours വിജിലന്റ് ആയിട്ടുള്ള ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നോക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് അവരുടേതായുള്ള പരിമിതികളുണ്ട്. മാത്രമല്ല ആ പരിമിതികൾക്ക് അപ്പുറം മേലോട്ട് കയറി നിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം പിന്നെ അടുത്ത് ഏതെങ്കിലും കിഴക്കാണെങ്കിൽ പടിഞ്ഞാറായിരിക്കും അവൻ അടുത്ത ജയിലിൽ ജോലിക്ക് പോവാം. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ നിന്ന് വന്നു പോകാൻ ദൂരത്തിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഉദ്യോഗസ്ഥൻ അവൻ ഒരിക്കലും ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയല്ലാതെ അവന് വേറെ നിർവാഹമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിസ്റ്റത്തിനാണ് പരാജയം, അല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്കോ അതല്ലെങ്കിൽ ഈ പറയുന്ന ജീവനക്കാർക്കോ. അവരിലൊക്കെ കൃത്യമായിട്ടും കഴിവുറ്റ ആളുകൾ തന്നെയാണ്. പക്ഷെ അവരെ ഈ സിസ്റ്റം ആ കഴിവ് അവിടെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ചാർലി എന്ന് വിളിക്കുന്ന യഥാർത്ഥ പേരുള്ള ഈ ഗോവിന്ദചാമി ഇങ്ങനെ ജയിൽ ചാടാനും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലുകളിലൂടെ അറിയാനും. കാരണം ജയിലിൽ കിടക്കുന്നത് ലക്ഷത്തിലോ അതല്ലെങ്കിൽ 10,000-ത്തിലോ ഒരാളൊക്കെ ആയിരിക്കും ജയിലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജയിലിനുള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ഈ ജയിലിനുള്ളിൽ നടക്കുന്നത് ഇതൊക്കെയാണ് സഹോദരരെ. നിങ്ങൾ പുറത്തെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ജയിലിനുള്ളിലും എല്ലാ സുഖവാസവും കിട്ടുന്നുണ്ട്. മൊബൈൽ അടക്കമുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, അതിന് മുകളിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഏറ്റവും മികച്ച ഭക്ഷണം കിട്ടുന്നുണ്ട്. 3 ദിവസം നോൺ വെജ് ആയിട്ടുള്ള ഗംഭീര ഭക്ഷണം കിട്ടുന്നുണ്ട്. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, അങ്ങനെ വ്യത്യസ്ത വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെയോ ആഴ്ചയിൽ 1-2 ദിവസം സിനിമ കാണാൻ ഗംഭീര സിനിമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയോ ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാം. ഇത്രയും സുഖ സൗകര്യത്തോടു കൂടി നൽകപ്പെടുന്ന ജയിലിൽ ഈ പറയുന്ന നമുക്കറിയാം ചാർലിയുടെ ഈ ഗോവിന്ദചാമി ആദ്യം അറസ്റ്റിലാവുന്ന രൂപവും പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം അയാളുടെ രൂപമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചിത്രം കിട്ടും. എത്ര സുന്ദര കുട്ടപ്പനായിട്ടായിരുന്നു അയാളെ കണ്ടിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു പണിയും ചെയ്യാതെ ഭക്ഷണവും കഴിച്ച് ഇമാതിരി ഫുഡും കഴിച്ച് ജീവിക്കുന്ന ഈ ക്രിമിനലുകളെ ആർക്കാണ് ഇത്ര സ്നേഹത്തോടെ തീറ്റിപ്പോറ്റാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾക്കാണ്. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ. അതുകൊണ്ട് ഇന്ന് ജയിലിൽ കിടക്കുന്ന നീ ആണെങ്കിൽ നാളെ ഞാനായിരിക്കും എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭക്ഷണ രീതി, ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ജയിലുകളിലുണ്ട്. ഇനി ഞാൻ ഇവിടെ പൂജപ്പുര കിടന്ന സമയത്ത് ഞാൻ കണ്ടതാണ്, ഈ ജയിലുകളിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ആ ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുക ഒരു പുൽപ്പായ കിട്ടും. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന 1-2 ജോഡി ഡ്രസ്സുകൾ, നമ്മുടെ കയ്യിൽ 2-3 ജോഡിയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഞാൻ 3-4 ജോഡി എന്റെ കയ്യിൽ ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജീൻസ് ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലുങ്കികളും വെള്ളമുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 കൂട്ടം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. തുറന്നു പറയാലോ, സാധാരണ 2-3 മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പിന്നെ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചും ഈ ഗാർഡുമാർ അവർക്ക് ബഹുമാനം കൊടുക്കാറുണ്ട്. അഭിമാനത്തോടു കൂടി തന്നെ എനിക്കത് പറയേണ്ടതുണ്ട്, അവരോടുള്ള കൃതജ്ഞതയോടു കൂടി തന്നെ. കാരണം ഞാൻ ജയിലിലേക്ക് കയറി ചെല്ലുന്ന ഓരോ ജയിലിലും നമ്മളുടെ മേഖല ഇതാണ്, നമ്മൾക്ക് വന്നിട്ടുള്ള കേസ് ഇതാണെന്ന് പറയുമ്പോഴും നമ്മളോട് സ്നേഹത്തോടെ ആ ഒരു പെരുമാറ്റത്തോടെ അല്ലാതെ ഒരു ജയിലിലും ഒരു ഗാർഡും നമ്മളോട് പെരുമാറിയിട്ടില്ല. ഇന്നും പല ഗാർഡുകളും എന്റെ പേഴ്സണൽ നമ്പറിൽ ആ നമ്പറിൽ സ്റ്റാറ്റസ് പോലും നോക്കുന്ന ഗാർഡുമാർ വരെ ഉണ്ട് എന്ന് എനിക്ക് സ്നേഹത്തോടെ പറയാനാവും. കാരണം അത്രയും സ്നേഹമുള്ള ആളുകളെ ഞാൻ അവിടെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ആ സ്നേഹമുള്ള ആളുകൾക്ക് ട്രബിൾ വരുന്ന രീതിയിൽ ഈ കഞ്ചാവടിയന്മാർക്കും ഈ പെണ്ണുപിടിയന്മാർക്കും ഈ സഖാക്കന്മാർക്കും ഇസ്ലാമിക ജിഹാദികൾക്കും അവർക്ക് സൗകര്യങ്ങൾ ഇവർ ഒരുക്കി കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പാവം പിടിച്ച ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ഒറ്റുകൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ നിശബ്ദത പാലിച്ചത്. പക്ഷെ ഇനിയെങ്കിലും ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഇതെന്തോ വലിയ അത്ഭുതമായിട്ട് തോന്നും. ഒരത്ഭുതവും ഇല്ല സഹോദരങ്ങളെ, അവിടുത്തെ സാധാരണ കാഴ്ചയാണ് എന്തും സുലഭമായിട്ട് കിട്ടും എന്നുള്ളത്. പിന്നെ കിട്ടാത്തത് ഒരേ ഒരു കാര്യമുള്ളൂ, എന്തെന്നറിയാമോ?
നമ്മൾക്ക് ഈ പറയുന്ന സ്വച്ഛ സുന്ദരമായിട്ട് പൂർണ്ണമായിട്ട് പുറത്തിറങ്ങി നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സെല്ലിൽ കിടക്കേണ്ടി വരും. അതല്ലെങ്കിൽ ശിക്ഷ കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്ര സമയം മുതൽ രാവിലെ മുതൽ ഇത്ര വൈകുന്നേരം വരെ ജോലി എടുക്കേണ്ടതുണ്ടായിരിക്കും. ഇനി മറ്റൊന്ന് ഇവന് ടൂൾസ് കിട്ടിയ, അതായത് ഇവന് ചെറിയ ചെറിയ ആയുധങ്ങൾ ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വെളിപ്പെടുത്തലായിട്ട് ഏഷ്യാനെറ്റ് ഒക്കെ വലിയ ബിഗ് ബ്രേക്ക് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്കൂ, അവിടെ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള ടൂളും കയ്യിൽ കിട്ടും, സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മാത്രമല്ല അവിടെ ഇലക്ട്രിക്കൽ, ഇപ്പൊ ജയിലിനുള്ളിലുള്ള സ്റ്റാഫുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജയിലിൽ തന്നെ ഓരോ മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രതികൾ ഉണ്ടായിരിക്കാം. ഈ ഓരോ മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രതികൾ തന്നെയാണ് ആ ജയിലിലെ സിസ്റ്റം ഒക്കെ ശരിയാക്കുന്നത്. ഇപ്പൊ ഫാൻ കേട് വന്നാല്, അതല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ ടാപ്പ് കേട് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നത് ബേസിക് ആയിട്ട് അവിടുത്തെ ആ മേഖലയിൽ നൈപുണ്യമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഗാർഡുമാർക്ക് അറിയാം. അവർക്കത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ ജോലികൾ വിഭജിച്ച് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ കിച്ചണിൽ നിർത്തുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലൂടെയൊക്കെ കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയി ഇത്തരത്തിലുള്ള ഒരു ആക്സോ ബ്ലേഡ് അല്ല, ഇനി വലിയ AK-47 എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ജയിലുകൾ. ഈ സമയത്ത് ഇപ്പൊ ഗോവിന്ദചാമി എന്ന് പറയുന്ന ചാർലി ജയിലിൽ ചാടിയ സമയത്ത് രാവിലെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ, യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഈ ഗോവിന്ദചാമി ഇങ്ങനെ ഇത്രയും മണിക്കൂർ പുറത്തിറങ്ങി നടക്കുമായിരുന്നു? വേണ്ട, പോലീസിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മൾ കണ്ടതല്ലേ, ഏതോ ഒരാൾ നന്നായിട്ട് അവന്റെ കവിളിനിട്ട് കുത്തിയിട്ടുണ്ട്. ആ കുത്തുന്ന സമയത്ത് അടിക്കല്ലേ എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് സിസ്റ്റം തന്നെയാണ്. അവിടെ നോക്കൂ, ആയിരക്കണക്കിന് ഗുണ്ടകൾ ഭരിച്ചിരുന്ന ഒരു നാട് അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നിശേഷം മാറ്റിക്കൊണ്ട് അവിടെ ശാന്തിയും സമാധാനവും കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് വികസന കുതിപ്പിന്റെ ഒരു ഹബ്ബായി മാറി UP മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള ഭരണം തന്നെയാണ്. അവിടുത്തെ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും അദ്ദേഹം നൽകുന്നത് ഏത് രീതിയിലുള്ള ശിക്ഷയാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രവാർത്തകൾ കാണാറുണ്ട്. പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ വാഹനാപകടത്തിൽ കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോ കൊടും ക്രിമിനൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അത്തരത്തിൽ ഈ ഗോവിന്ദചാമി ഇത്തരത്തിലൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത ആഗ്രഹിക്കാത്ത യോഗി ആദിത്യനാഥിന്റെ UPയിലെ ഭരണം, UP പോലീസിന്റെ സിസ്റ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. ആരൊക്കെയെന്ന് അറിയാമോ? ഒന്ന് ഇസ്ലാമിക ജിഹാദികളാ, മറ്റൊന്നേതാ? സഖാക്കന്മാരാ, നരഭോജി സഖാക്കന്മാരാ. പിന്നെ കോൺഗ്രസ്സുകാർ അങ്ങനെ വല്ലാതെ കൂട്ടിച്ചേർക്കുന്നില്ല. എന്നിരുന്നാലും അവരും, കാരണം അവരുടെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഈ ക്രിമിനലുകളെ യോഗി ആദിത്യനാഥിനെ പോലെ ഒന്നും നോക്കാതെ വെടിവെച്ച് തീർക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ ഒക്കില്ല ഇവിടത്തെ തീവ്രവാദികൾക്കും ഇവിടത്തെ നരഭോജി കൂട്ടങ്ങൾക്കും. പക്ഷെ ഒരു മനുഷ്യന്, ഒരു വീട്ടിൽ ഒരു സ്ത്രീയുള്ള, അമ്മയുള്ള, സഹോദരിയുള്ള, മകളുള്ള ഏതൊരു സാധാരണക്കാരനും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഗോവിന്ദചാമി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ? ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും കൂടി ഇവനെ പിടിച്ചു കിട്ടുന്ന സമയത്ത്, നാട്ടുകാരുടെ ആക്രമണത്തിൽ കൂട്ടം ചേർന്നുള്ള പിടിക്കപ്പെടുന്ന ആ സമയത്തുള്ള ആക്രമണത്തിൽ ഗോവിന്ദചാമി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പോലും ആഗ്രഹിക്കാത്ത മലയാളി നാട്ടിലുണ്ടാവില്ല. ഉള്ളവർ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഹാദികളും നരഭോജികളും തന്നെയാണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് അത്ഭുതത്തോടെയുള്ള മാധ്യമങ്ങളുടെ വാർത്ത കേട്ട് ആരും അത്ഭുതം കൂറി ഇങ്ങനെ ചിന്തിച്ച് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട. ഇതെല്ലാം ഇതിനുള്ളിൽ വളരെ സിമ്പിളായി, വളരെ ലളിതമായിട്ട് കിട്ടുന്ന ഇടം തന്നെയാണ് ജയിൽ. ജയിലിൽ ആകെ കിട്ടാത്തത് പുറത്ത് നമുക്ക് ഇങ്ങനെ വിലസി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സാധാരണക്കാർക്ക് മാത്രമേ പറ്റാത്തതുള്ളൂ. അല്ലാത്തവന്മാരെ പരോൾ എന്ന പേരും പറഞ്ഞുകൊണ്ടും, അതല്ലെങ്കിൽ ഒരുപാട് സുഖവാസത്തിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഷെറിൻ, കാരണവർ വധക്കേസിലെ ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീയെ രാത്രി പോലും പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് തെളിവില്ലെങ്കിൽ പോലും സ്ഥിരീകരണമില്ലാത്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുമായിട്ട് സെക്സ്, ഈ ജയിലിനുള്ളിൽ സെക്സ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ടെന്ന് ഇവരുടെ കൂടെ സഹതടവുകാരിയായിരുന്ന സ്ത്രീ വെളിപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ജയിലിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ ഇങ്ങനെ പുളഞ്ഞു മറിയുന്നിടത്തോളം കാലം, ഇവിടുത്തെ രാജ്യദ്രോഹി വർഗങ്ങൾ ഇങ്ങനെ പുളച്ച് ഭരിക്കുന്നിടത്തോളം കാലം, എന്തിനും ഏതിനും ഇസ്ലാമിക ജിഹാദികൾ ഭരണം വരെ കൈയാളുന്ന അത്രത്തോളം കാലം ഈ നാട്ടിൽ ഇത് സുലഭമാണ് എന്ന് വെളിപ്പെടുത്താൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് പറയാനുള്ളത്. ഒരുപാട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ജയിലിനുള്ളിലുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾക്ക് പറയേണ്ടി വരും. പക്ഷെ അതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് മാധ്യമങ്ങളുടെ എന്തോ വലിയ ആ ഒരു സംഭവമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല. ഈ കേരളത്തിലെ ജയിലുകളിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്രയെങ്കിലും മാന്യപ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരോട് ഞാനിത് പറഞ്ഞിരിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.